അപകടത്തിൽ മരിച്ച രഞ്ജിതയുടെ വേർപാടുണ്ടാക്കിയ ആഘാതത്തിൽ നിന്ന് പത്തനംതിട്ട പുല്ലാട് ഗ്രാമം ഇനിയും മോചിതമായിട്ടില്ല. DNA പരിശോധന പൂർത്തിയാക്കിയ ശേഷമാകും മൃതദേഹം നാട്ടിലെത്തിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ. പ്രവീൺ പുരുഷോത്തമൻ പുല്ലാട് നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. പ്രവീൺ, ഇപ്പോൾ രഞ്ജിതയുടെ സഹോദരൻ DNA സാമ്പിൾ നൽകിക്കഴിഞ്ഞു. ഫലം എപ്പോൾ ലഭിക്കും, മൃതദേഹം എപ്പോൾ നാട്ടിലെത്തിക്കാൻ കഴിയുമെന്നതടക്കം കുടുംബത്തെ ഇപ്പോൾ അറിയിച്ചിരിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ്? ഇപ്പോൾ കുടുംബാംഗങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തേക്കാൾ കുറച്ച് മാനസികമായിട്ട് അവർക്ക് കുറച്ച് ആശ്വാസമുണ്ട്. കാരണം ഇപ്പോഴും നിരവധി ആളുകളാണ് ഈ കുടുംബാംഗങ്ങളെ സന്ദർശിക്കുന്നതിനായി എത്തിയിരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ തൊട്ടുപുറകിൽ കാണാൻ സാധിക്കും, ആ വീടിൻ്റെ പരിസരത്തെല്ലാം ഫ്ലക്സ് ബോർഡുകൾ വെച്ചിട്ടുണ്ട്. അത് രഞ്ജിതയുടെ ചിത്രം ഉൾപ്പെടെയാണ് ഇങ്ങനെ ഫ്ലക്സ് ബോർഡുകൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഇപ്പോൾ അറിയാൻ കഴിയുന്നത്, നേരത്തെ നോബിൾ സൂചിപ്പിച്ചതുപോലെ തന്നെ രക്തസാമ്പിൾ അതിൻ്റെ പരിശോധന നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. അത് 72 മണിക്കൂർ എന്നാണ് കുടുംബാംഗങ്ങളെയും അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ഇന്നലെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജും ഒപ്പം തന്നെ മറ്റ് ഉത്തരവാദിത്തപ്പെട്ട ആളുകളെല്ലാം തന്നെ പറഞ്ഞത് ഈ നടപടിക്രമങ്ങൾ വേഗത്തിലാക്കുന്നതിനുള്ള കാര്യങ്ങൾ സർക്കാർ തലത്തിൽ തന്നെ ചെയ്യും എന്നുള്ളതാണ്. ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ശേഷം UDF കൺവീനർ അടൂർ പ്രകാശ് കുടുംബാംഗങ്ങളെ സന്ദർശിച്ചിരുന്നു. അങ്ങനെ സമൂഹത്തിൻ്റെ നാനാ തുറകളിലുള്ളവർ ഇപ്പോഴും ഈ പുല്ലാട്ടെ രഞ്ജിതയുടെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ആളുകളുടെയൊക്കെ ഒരു ആകാംക്ഷ എന്നുള്ളത് എപ്പോഴത്തേക്ക് ഭൗതികദേഹം ആ വീട്ടിലേക്ക് എത്തിക്കുമെന്നുള്ളതാണ്. എൻ്റെ പുറകിൽ കാണുന്നതാണ് അവരുടെ വീട്. ഇപ്പോൾ ആ വീടിന് മുൻവശത്ത് പന്തലൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇപ്പോഴും ബന്ധുക്കളും ഒപ്പം തന്നെ ഈ നാട്ടിലുള്ള ആളുകളും ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരുമെല്ലാം ഇപ്പോഴും ഇങ്ങോട്ടേക്ക് വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏതായാലും ആളുകളെ സംബന്ധിച്ച് വളരെ ദുഃഖകരമായിട്ടുള്ളൊരു സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നു. അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി ഭൗതികദേഹം എപ്പോഴത്തേക്ക് നാട്ടിലേക്ക് എത്തും എന്നതിൻ്റെ ഒരു കാത്തിരിപ്പിൽ കൂടിയാണ് ഈ പുല്ലാട് ഗ്രാമനിവാസികൾ. പ്രവീൺ പുരുഷോത്തമനാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം പത്തനംതിട്ടയിൽ നിന്ന് ചേർന്നത്.